ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ വീണ്ടും എത്തിരിക്കുകയാണ്. കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ കുറേ ഉണ്ട് പറയാൻ. ഞാൻ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലൊക്കെ ഉണ്ടായ ഒരു സംഭവം. അതൊക്കെ കഴിഞ്ഞ് 2 മാസമായി. പിന്നെയും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല, മൂടുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അതങ്ങനെ ചെയ്തു പോകും. പിന്നെ ഇടയ്ക്കൊരു ഇട വരുമ്പോൾ പിന്നെ നമുക്കത് ചെയ്യാനുള്ള മൂടൊക്കെ പോകും. അങ്ങനെ മൂടൊക്കെ പോയിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് എന്തായാലും യാത്രകളൊക്കെ തിരിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്ത് ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഞാൻ മഡ്ഗാവിലേക്കൊരു യാത്ര പോവാണ്. രാവിലെ മംഗലാപുരം സെൻട്രൽ 5:30 പുറപ്പെടുന്ന മംഗലാപുരം മഡ്ഗാവ് പാസഞ്ചറിന് കയറി കൊങ്കൺ റെയിൽവേ കവർ ചെയ്ത് മഡ്ഗാവിലേക്കൊരു യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം മനോഹരമായ കൊങ്കൺ റെയിൽവേ കാഴ്ചകളും കൊങ്കണിലെ ക്രോസിങ്ങൊക്കെ കണ്ട് നമുക്ക് എല്ലാ സ്റ്റേഷനിലും നിർത്തി പോകുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ വണ്ടി ഞാൻ ചൂസ് ചെയ്തത്. ഇതിൽ കയറി നമുക്കൊരു അൺറിസേർവ്ഡ് യാത്ര ഗോവ വരെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാശ്മീർ പോയതിന് ശേഷം ഇതിൽ വീഡിയോ ഇടുന്ന കുറഞ്ഞ് മീൻസ് എൻ്റെ കൂടുതൽ യാത്രകളും പാളിപ്പോയതാണ്. ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നു. കുറേ യാത്രകൾ ക്യാൻസൽ ചെയ്ത് പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇന്നൊരു യാത്രയായിട്ട് ഞാൻ തിരിച്ചെത്തിരിക്കുകയാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ എപ്പോൾ വീഡിയോ വരും എന്ന് പറയാൻ പറ്റില്ല. അതായത് ഗോവ യാത്ര കഴിഞ്ഞാൽ അടുത്ത യാത്ര എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മളെ ഹസൻ മംഗലാപുരം റൂട്ടുണ്ടല്ലോ, അത് കവർ ചെയ്യാനുള്ളൊരു ചെറിയൊരു പ്ലാനിലാണുള്ളത്. നമുക്ക് നോക്കാം. മംഗലാപുരത്ത് 2 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിലൊന്നാണ് ഈ മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇത് മംഗലാപുരം ടൗണിൽ നിന്നൊക്കെ കുറച്ച് മാറി ഒരു 7 കിലോമീറ്റർ മാറി ഉള്ളിലോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷൻ. അതൊരു ടെർമിനൽ സ്റ്റേഷനാണ്. അവിടെ നിന്നാണ് നമ്മളെ മലബാർ, മാവേലി, പരശുരാം, ഏർനാട് ആ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നിന്നാണ് പുറപ്പെടുക മംഗളൂരു സെൻട്രലിന്. ഇത് മംഗളൂരു ജംഗ്ഷൻ. ഇത് കൊങ്കൺ വഴി പാസ് ചെയ്യുന്ന പോകുന്ന വണ്ടികളൊക്കെ ഇതുവഴിയാണ് പോവുക. അതായത് കൊങ്കൺ റെയിൽവേയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇതുവഴി പാസ് ചെയ്തു. പിന്നെ നമ്മളെ KSR ബാംഗ്ലൂർ കോഴിക്കോട് എക്സ്പ്രസ്സും ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അത് മംഗലാപുരം സെൻട്രലിലും കയറി റിവേഴ്സ് അടിച്ചിട്ടാണ് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ മംഗളൂരു ജംഗ്ഷൻ എന്ന് പറഞ്ഞ് 3 ഭാഷയിൽ 3 വ്യത്യസ്തമായ ലൈറ്റിലുള്ളൊരു നെയിം ബോർഡ്. മംഗളൂരു ജംഗ്ഷൻ ഇംഗ്ലീഷ് പച്ച, അതുപോലെ തന്നെ ഹിന്ദി മഞ്ഞ, കന്നഡ ചുവപ്പ്. പിന്നെ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് അമൃത് ഭാരത് സ്കീമിലുള്ള റിനോവേഷനൊക്കെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വെയിറ്റിംഗ് ഹാളാണ്, നല്ല കിടിലൻ വെയിറ്റിംഗ് ഹാള്. ഇതിപ്പോൾ ഞാൻ ഇത്ര സമയം ഇതിലാണ് ഉണ്ടായത്. ഞാൻ ഇവിടത്തേക്ക് വന്നത് നമ്മളെ എറണാകുളം ഓക്ക എക്സ്പ്രസ് ഉണ്ടല്ലോ വീക്കിൽ, അതിന് കയറി ഇവിടെ വന്ന് ഇത്ര സമയം വെയിറ്റിംഗ് ഹാളിൻ്റെ അകത്ത് ചുമ്മാ ഇരിപ്പായിരുന്നു. ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറക്കൊക്കെ കണക്കാണ്. നമ്മൾ എറണാകുളം ഓക്ക എക്സ്പ്രസ് കാനങ്ങാടെത്ത 2:2:30 ഡിഗ്രിയൊക്കെ ആയിട്ട് 2:50 എത്തി. ഇതിന് കയറിയിട്ട് 4:10 ഇവിടെ എത്തി. ഇപ്പോൾ സമയം കറക്റ്റ് 5:30. വാച്ചും കെട്ടാൻ മറന്നുപോയി. സമയം കറക്റ്റ് 5:30. മംഗലാപുരം സെൻട്രലിൽ നിന്ന് ആ വണ്ടി ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ടാവും. മഡ്ഗാവ് പാസഞ്ചറിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇവിടെ ഇപ്പോൾ വരുന്ന വണ്ടികളുടെ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. വരാവൂർ എക്സ്പ്രസ് ഇതുവരെ പോയിട്ടില്ല, ലേറ്റാണോ? ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ, അത് വെള്ളിയാഴ്ചയാണ് നമ്മളെ ഭാഗത്തൂടെ കടന്നു പോകേണ്ടത്. അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഒക്കെ കാണിച്ചിട്ടുണ്ടായി, അതിൻ്റെയൊക്കെ ഇൻഫോ കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ഇതാ നമ്മുടെ വണ്ടി 566-16 പ്ലാറ്റ്ഫോം നമ്പർ 1. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. അനൗൺസ്മെന്റ് ഇവിടെ തന്നെയുണ്ട്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. അപ്പുറത്ത് കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 3. ഇങ്ങനെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. സമീപം 5:36. ഇപ്പോഴാണ് ചായ കുടിക്കുന്നത്. ഇതൊരു ലോക്കൽ മാട്ടച്ചായ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഈ ടൈപ്പ് ചായ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഈ ബാഗ് ഇട്ട് തരുന്നത് ഒട്ടുമിക്ക എല്ലായിടത്തും ബാഗ് ഇട്ട് തരുന്നതാണ്. ചായ കുടിക്കാം നമുക്ക്. ചായ രാവിലെ തന്നെ
ഇതൊരു മാട്ടച്ചായയാണ്. എനിക്ക് ഈ ബാഗ് ഇട്ട് തരുന്ന ചായ ഒട്ടും ഇഷ്ടമല്ല. ഒട്ടുമിക്ക എല്ലായിടത്തും ഇത് തന്നെയാണ്. ചിലയിടത്ത് മാത്രമേ ഉള്ളൂ പൊടിയിട്ട് തരുന്ന ചായ ഉള്ളൂ. ഞാൻ അതുപോലെ തന്നെ അവിടെ നിന്ന് രാവിലെ ലേറ്റാണെന്ന് പറഞ്ഞിട്ടില്ലേ, ഇന്നലെ വൈകിട്ട് 5:55 ഇവിടെ എത്തേണ്ട വണ്ടിയാണ്. ഇപ്പം അത് ഗോവ ആയതേ ഉള്ളൂ. അതായത് ഇന്നൊരു രാവിലെ 10:30-11 മണി ആ ഒരു സമയത്തോടു കൂടി അത് ഇവിടെ എത്തും. അതായത് നമ്മൾ കാഞ്ഞങ്ങാടൊക്കെ എത്തേണ്ടത് ഇന്നലെ 6:50 വൈകിട്ട് 6:50. പിന്നെ അതുപോലെ തന്നെ കൊച്ചുവേളി, അതായത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന വണ്ടിയും ലേറ്റാണ്. 18-17 മണിക്കൂറോളം ലേറ്റാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങോട്ട് വന്ന വണ്ടിയും നല്ല ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് തിരിച്ചങ്ങോട്ട് പോകുന്നതും ലേറ്റായിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ അല്ല അതിൻ്റെ മിനിയാണ് ഓക്കയിലേക്ക് എറണാകുളം ഓക്ക എക്സ്പ്രസ് ഉണ്ട്. അതും 12 മണിക്കൂർ ലേറ്റാണ്. അതിവിടെ പറയാനുള്ളൊരു കാരണമുണ്ട്. അത് ഞാൻ ട്രെയിനിൻ്റെ അകത്ത് ചെന്നിട്ട് പറയാം. എവിടെയുടെ ട്രെയിൻ 5:35 അനൗൺസ്മെൻ്റ് ചെയ്ത് അല്പസമയം ഇതുവരെ എത്തിയിട്ടില്ല. എവിടെ പോയി? അതുകൊണ്ട് അങ്ങ് ദൂരത്തുനിന്ന് വരുന്നു. ഈറോഡ് WP1 ആണ് ലോക്കോമോട്ടീവ്. കുറേ നായി ഇതിനെ ചേസ് ചെയ്ത് തോന്നിട്ടാ. ഇതിനൊക്കെ ചേസ് ചെയ്തിട്ട് എവിടെ വരെ എത്താനാണ്. 2012 ഉണ്ടാക്കിയൊരു കൊച്ചാണ് കേട്ടോ ഇതിൽ കയറാം. നമുക്ക് ഇതിൽ നമ്മളെ മലയാളം പരസ്യമൊക്കെയാണ്. ഇതിൽ കയറാം. ആരും തന്നെ ഇല്ല കേട്ടോ ഇപ്പം ഈ വണ്ടിയിൽ ആരും തന്നെ ഇല്ല. നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഈ എമർജൻസി വിൻഡോൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കാൻ തോന്നുന്നു അല്ലേ? 5:49 ഇവിടെ എത്തി. 5:50 ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത് വിട്ടാൽ കറക്റ്റ് 1 മിനിറ്റ് ഹാൾട്ട് ചെയ്ത് ഇവിടെ നിർത്തും. ഈ പാസഞ്ചർ ട്രെയിനുകളൊക്കെ ഇങ്ങനെ കൂടുതലും അങ്ങനെ നിർത്താറില്ല. നിർത്തിയ ഒരു സ്റ്റേഷനിൽ നിർത്തിയ ആളെ ഇറക്കി ആളെ കയറ്റി അപ്പം തന്നെ എടുക്കും. എല്ലാ സ്റ്റേഷനിലും നിർത്തും. അല്ലേനെ പോവുകയാണെങ്കിൽ പോലും അധികം ഇട്ട് പിടിച്ചിടില്ല. അങ്ങനെയുള്ളൊരു ഉപകാരമുണ്ട് ഈ ഒരു പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്. അങ്ങനെ അവിടെ നിന്നൊരു ലൈറ്റ് കാണുന്നുണ്ട്. ഇതൊരു വണ്ടി ഇടുന്നുണ്ട് കേട്ടോ. വണ്ടിയല്ല അത് ബൈ റോഡ് എന്തോ ഒരു വണ്ടി പോയതാണ്. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. 5:50 ഒരു 6:30 ആവും, 6:30 ആവും നല്ല ലൈറ്റിംഗ് ഒക്കെ വരാൻ. പിന്നെ നമ്മളെ വണ്ടീൻ്റെ ലോക്കോമോട്ടീവ് ഈറോഡിൻ്റെ ഒരു WP1 ആയിരുന്നു. ആ നായൊക്കെ അതിൻ്റെ പുറകെ പോകുന്നുണ്ടായതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീടെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ അടുത്തൂടെയൊക്കെയാണ് പോയത്. അപ്പം ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് കുറച്ച് സൈഡിലോട്ട് മാറിയെന്ന്. ഇങ്ങനെ എക്സ്ട്രീം റൈറ്റിൽ കാണുന്ന ഈ ഒരു ലൈൻ കണ്ട, ഇത് നേരെ ബാംഗ്ലൂർ ഭാഗത്തേക്കാണ്. അതായത് ഹസൻ ഭാഗത്തേക്ക്. നമ്മുടെ ആ ഗാർഡ് സെക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇസ്ലാ ഗാർഡ് സെക്ഷൻ, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ലൈനാണിത്. നമ്മൾ നേരെ കൊങ്കൺ ഭാഗത്തേക്ക്, ഗോവ ഭാഗത്തേക്ക് പോകുന്ന ലൈനാണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലൈനും കൊങ്കൺ ഭാഗത്ത് വരുന്ന ലൈനാണ്. അതുകൊണ്ടാണ് ഇവിടെ ജംഗ്ഷൻ ആയത്. കാസർഗോഡ് ഭാഗത്തേക്കും പിന്നെ അതുപോലെ തന്നെ കൊങ്കൺ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും മംഗലാപുരം സെൻട്രൽ ഭാഗത്തേക്കും പിന്നെ ഈ ബാംഗ്ലൂർ ഭാഗത്തേക്കും. അങ്ങനെ മൊത്തത്തിൽ 4 ലൈനുകൾ തിരിഞ്ഞു പോകുന്നുണ്ട് മംഗലാപുരം ജംഗ്ഷൻ. അതാണ് ബാംഗ്ലൂർ ലൈൻ. നേരം വെളുക്കാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ആ പാട്ടിൻ്റെ അടുത്ത് കയറി പോയൊരു ലൈൻ കണ്ട.
ട്രെയിൻ ജോക്കറ്റെ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഹോം സിഗ്നൽ റെഡാണ്. അങ്ങ് അവിടെ കണ്ട, അത് ജോക്കറ്റൻ്റെ ഹോം സിഗ്നൽ. ഇറ്റ്സ് റെഡ്. എൻ്റെ ട്രെയിൻ ഇതാ ഇവിടെ ചവിട്ടി. ഒരു ഫ്രൈറ്റ് വരുന്നതാ. ഞാൻ കയറിയ ഒരു കോച്ച് വൃത്തികെട്ട കോച്ചാണ് കേട്ടോ. കാരണം ഇതൊക്കെ നോക്കിയാൽ ഒന്നും തന്നെ ലെവലില്ല. ഇതൊന്നും നേരെ ഇതിലോട്ട് പൊക്കി വെക്കാൻ പറ്റുന്നില്ല, ഒന്നും പൊക്കി വെക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഈ എമർജൻസി വിൻഡോൻ്റെ അവസ്ഥയൊക്കെ വൻ ഷോക്കാണ് കേട്ടോ. ഒന്നും നടക്കുന്നില്ല ഇവിടെ ഇരുന്നിട്ട്. ചിലപ്പോൾ ഇവിടുന്ന് ഞാൻ മാറി പുറകെത്തിയ മുന്നിലെത്തിയ കോച്ചിലെങ്ങാനും കയറിയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ഓക്ക എറണാകുളം എക്സ്പ്രസ് അതുപോലെ തന്നെ ഞാൻ ഓക്ക എറണാകുളം എക്സ്പ്രസിൻ്റെ കാര്യം പറയാണ്ട് പറഞ്ഞിട്ടില്ലേ, അത് ഓർമ്മയില്ല. ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്തത് ആക്ച്വലി മിനിയാന്ന് പോകാനായിരുന്നു. അന്ന് എറണാകുളം ഓക്ക എക്സ്പ്രസ്സിന് കയറി മംഗലാപുരം ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ ഈ വണ്ടി കയറി കൊങ്കൺ റെയിൽവേ കവർ ചെയ്ത് മടിക്കാവിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഉണ്ടായത്. പക്ഷെ അന്ന് ഓക്ക എറണാകുളം 12 മണിക്കൂർ റീഷെഡ്യൂളായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കിയെന്നറിയോ, നമ്മൾ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സും പിന്നെ തിരുനെൽവേലി മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ്സും ഉണ്ട്. അത് രണ്ടും ജോക്കറ്റ് എത്തിയിട്ടാണ്. ജോക്കറ്റ് അവിടെ ഒരു ഫ്രൈറ്റ് പോയി, ഫ്രൈറ്റ് അല്ല, ഒരു 2 ലോക്കോമോട്ടീവ്, ട്വിൻസ് ഡീസൽ ലോക്കോമോട്ടീവ്. അത് തന്നെ തിരുനെൽവേലി മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ്സും അതുപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും ഉണ്ട്. ഈ 2 വണ്ടികളും മംഗലാപുരം സെൻട്രലിലും മംഗലാപുരം ജംഗ്ഷനിലും എത്തേണ്ടത് വെസ്റ്റ് കോസ്റ്റ് 5:55 മറ്റേത് 6:55 പക്ഷെ ഞാൻ ആ സമയത്ത് അതിൻ്റെ കറണ്ട് റണ്ണിങ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ വെസ്റ്റ് കോസ്റ്റ് 4:48 അതുപോലെ തന്നെ തിരുനെൽവേലി മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ് ഉണ്ടല്ലോ അത് 5:10 അങ്ങനെ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ബിഫോർ അടിച്ച് 2 അവിടത്തേക്ക് കയറി വിചാരിച്ചു. അങ്ങനെ ആദ്യം ഞാൻ ടിക്കറ്റ് എടുത്ത് കാനങ്ങാട് വന്നു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് കയറി കാസർഗോഡ് വരെ വന്നു. കാസർഗോഡ് വരെ വന്ന് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ വെസ്റ്റ് കോസ്റ്റ് 5:14 ആകുമ്പോഴാണ് എവിടെ കാണിക്കുന്നത്, മംഗലാപുരം സെൻട്രലിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉള്ളാളത്ത് പിടിച്ചിട്ട് ആ സമയത്ത് ഉള്ളാളത്ത് ഇറങ്ങിയിട്ട് ബാക്കിൽ തിരുനെൽവേലി മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ് ഉണ്ട്, അതിന് കയറിയിട്ടാകുമ്പോഴാണോ അതിന് കയറാനുള്ള കാരണം അത് മംഗലാപുരം ജംഗ്ഷനിൽ കാണിച്ചത് 5:05 അതുകൊണ്ട് അതിന് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് 5:45 ഒരു വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ കയറിയത്. പക്ഷേ രണ്ടും പ്ലാൻ പാടി. വെസ്റ്റ് കോസ്റ്റ് അവിടെ എത്തിയതും ഈ വണ്ടി പുറപ്പെട്ടതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഈ വണ്ടി പുറപ്പെടുന്ന സമയത്ത് നമ്മളെ നേത്രാവതി ക്യാബിൻ്റെ അവിടെ പിടിച്ചിട്ട്, അപ്പോൾ എന്തായി, ഈ വണ്ടി ഫസ്റ്റ് കയറിപ്പോയി നമ്മളെ നേത്രാവതി ക്യാബിൻ്റെ അവിടെ. ഞാൻ വന്ന് മംഗലാപുരം ഇറങ്ങി ബസ്സിന് കയറി സെൻട്രലിൽ പോയി, സെൻട്രലിൽ നിന്ന് എറണാകുളം എക്സ്പ്രസ്സിന് കാനങ്ങാട് പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങി. അങ്ങനെ ചെയ്തു. പിന്നെ വേറെ വഴിയില്ലല്ലോ. നമ്മൾ ജോക്കറ്റ കഴിഞ്ഞുണ്ടാ. ജോക്കറ്റ പിന്നെ മംഗലാപുരം സെൻട്രലിൽ നിന്ന് മടിക്കാവ് ജംഗ്ഷൻ വരെ അതിൻ്റെ ഇടയിൽ 30 ഹാൾട്ടിങ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതിൽ 29 റെയിൽവേ സ്റ്റേഷനിലും ഇതിന് സ്റ്റോപ്പ് ഉണ്ട്. ആ 29 റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ഡിവിഷനിലും മംഗളൂരു ജംഗ്ഷനാണ്. ബാക്കി മൊത്തം കൊങ്കൺ റെയിൽവേ സോണിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ കൊങ്കൺ റെയിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൊങ്കൺ റെയിൽവേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജോക്കറ്റ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ തൊക്കൂർ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ട്രെയിനിൻ്റെ കൊങ്കൺ റെയിൽവേയിലെ ആദ്യത്തെ സ്റ്റോപ്പായ തൊക്കൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊക്കൂർ പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലാണ് ഉള്ളത്. തൊക്കൂർ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ മാറി പുറത്തോട്ടാണ് ഈ ഒരു വണ്ടി ഇവിടെ നിർത്തിയിടാൻ പോകുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നേത്രാവതി എക്സ്പ്രസ് വരുന്നുണ്ട്. അതിനിവിടെ ക്രോസിംഗ് ഉണ്ടാവുമെന്നറിയില്ല, നോക്കി നോക്കാം. ഞാൻ കുറച്ച് മുമ്പ് എറണാകുളം ഓക്ക
എക്സ്പ്രസ്സിൽ മടുക്കാവ് വരെ ഒരു യാത്ര പോയി. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് എറണാകുളം മോക്ക എക്സ്പ്രസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പേടിയാവുന്നത്. കാരണം ഓർമ്മല്ല, ഞാൻ കാശ്മീർ പോയതിനു ശേഷം 3 യാത്രകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആകെ ഒറ്റൊരു യാത്ര എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. കാശ്മീർ പോയതിനു ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഇടലൊക്കെ കുറച്ചായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വന്നത്. കാരണം യാത്ര പ്ലാൻ ചെയ്യുന്ന ടിക്കറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അതിലെല്ലാം ക്യാൻസൽ ചെയ്ത 3 യാത്രകളിൽ ഫസ്റ്റ് വണ്ടി ഓക്ക എറണാകുളം എക്സ്പ്രസ് ആണ്. ഈ എല്ലാ 3 യാത്രകളിലും അന്ന് ആ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ എറണാകുളം മോക്ക എക്സ്പ്രസ് എനിക്ക് എപ്പോഴും പണി തരുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് ഈ വണ്ടി ഒരു പേടിയാണ്. എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്കൊരു പണി തരുന്ന ഒരു വണ്ടിയാണ് ഈ എറണാകുളം മോക്ക എക്സ്പ്രസ്. അതുപോലെ തന്നെ സംഭവിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എറണാകുളം മോക്ക എക്സ്പ്രസ് ലേറ്റായി വന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ വീണ്ടും ഒരു യാത്ര അതിൽ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. ജനറൽ യാത്ര ചെയ്യാനുള്ള പ്ലാനിലുണ്ടായി. ട്രെയിൻ ലേറ്റായി. യാത്ര പിന്നെയും മുടങ്ങി. അതുകൊണ്ട് ഇന്ന് ഞാൻ അതിൻ്റെ റിവെഞ്ചിന് വേണ്ടി തന്നെ ഇന്ന് എറണാകുളം ഓക്ക എക്സ്പ്രസ്സിൽ കയറി തന്നെയാണ് മംഗലാര ജംഗ്ഷനിലേക്ക് ഞാൻ വന്നത്. ഞാൻ എറണാകുളം ഓക്ക എക്സ്പ്രസ്സിൽ 5 തവണ യാത്ര പ്ലാൻ ചെയ്തിട്ട് വെറും 2 തവണ ഞാൻ യാത്ര ചെയ്തത്. അതിലൊന്ന് ഞാൻ ഗോവയിൽ പോയത്. ട്രെയിനിതാ അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ സുരത്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്രൈറ്റർ ഉണ്ട്. നേത്രാവതി എക്സ്പ്രസ് ഒക്കെ ക്രോസ് ചെയ്ത് പോയിട്ടാ. അത് ജൊക്കട്ട ആയപ്പോഴേ ക്രോസ് ചെയ്തു. ജൊക്കട്ടൻ്റെ മുമ്പേ കുലശേഖര ടണലുണ്ടല്ലോ, അവിടുന്ന് അത് ക്രോസ് ചെയ്ത് പോയി. അത് കണ്ടിട്ടില്ല. ഇതിവിടെ ഒരു ഫ്രൈറ്റ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ പ്ലാറ്റ്ഫോം ഉള്ളത്. ഇവിടെ ഇപ്പുറം ഒരു ഫ്രൈറ്റ്. നമ്മുടെ തൊക്കൂറിൽ റൈറ്റ് സൈഡിലല്ല പ്ലാറ്റ്ഫോം ഉണ്ടത്, ഇവിടെ ലെഫ്റ്റ് സൈഡ്. ഇവിടെ ഇതാ ഒരു ഫ്രൈറ്റർ ഉണ്ട്. ഇപ്പം കൊങ്കൺ റെയിൽവേയിൽ എല്ലാ സ്റ്റേഷനിൽ നോക്കിയാലും ഒരു ഫ്രൈറ്റർ ഇങ്ങനെ നിർത്തിയിട്ടത് കാണാം. ഈ ഒരു ഫ്രൈറ്ററിന് തന്നെ മുന്നിൽ ലോക്കൊന്നും ഇല്ല കേട്ടോ. ഇതിവിടെ റെസ്റ്റ് ചെയ്യുന്നതാണ്. കൊങ്കൺ റെയിൽവേയിലെ ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെ ഫ്രൈറ്ററൊക്കെ നിർത്തിയിട്ടത് കാണാം. പിന്നെ അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേ സിംഗിൾ ട്രാക്കാണ്. അതുകൊണ്ട് പ്ലാറ്റ്ഫോം ഏത് ഭാഗത്ത് വരുന്നുള്ളത് ലാസ്റ്റ് നിമിഷമായിരിക്കും നമുക്കറിയാൻ പറ്റുക. അതായത് സ്റ്റേഷനിലിരിക്കുമ്പോൾ നമുക്കൊരു കൺഫേം ആയിട്ട് ഇന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സിംഗിൾ ട്രാക്കാണ്. ഏതൊരു ഭാഗത്തേക്ക് എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ ലാസ്റ്റ് നിമിഷം അവർ അനൗൺസ് ചെയ്യില്ലേ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, നേരത്തെ റൈറ്റ് സൈഡിൽ പ്ലാറ്റ്ഫോം വന്നു, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പ്ലാറ്റ്ഫോം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഏത് ഭാഗത്ത് പ്ലാറ്റ്ഫോം വരാമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കൊങ്കൺ റെയിൽവേ സിംഗിൾ ട്രാക്കാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ക്രോസിങ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കൊങ്കൺ റെയിൽവേയിൽ കയറി കഴിഞ്ഞാൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനോ ഗുഡ്സിനാണോ പിന്നെ പാസഞ്ചറിനാണോ സൂപ്പർ ഫാസ്റ്റിനാണോ ഒന്നുമില്ല. എല്ലാത്തിനും ഒറ്റൊരു പ്രയോറിറ്റിയാണ് ഈ കൊങ്കൺ റെയിലിൽ കയറി കഴിഞ്ഞാൽ. കാരണം ഒന്നല്ല, കൊങ്കൺ റെയിൽ പ്രയോറിറ്റി കൊടുക്കാത്തതൊന്നല്ല, ട്രെയിനിൽ വരുന്ന ഡിപ്പാർട്ട് ചെയ്ത് നമുക്കൊന്ന് അകത്ത് കയറിയിട്ട് പറയാം. കൊങ്കൺ പ്രയോറിറ്റി കൊടുക്കാത്തതൊന്നുമല്ല കേട്ടോ. കാരണം സിംഗിൾ ട്രാക്കാണ്. സിംഗിൾ ട്രാക്ക് ആകുമ്പോൾ അറിയാലോ, ഒരു 2 ഭാഗത്തും ട്രെയിൻ വരുമ്പോൾ സ്റ്റേഷനുകൾ മാത്രമേ ലൂപ്പ് ട്രാക്ക് ഉള്ളൂ, എക്സ്ട്രാ ലൈന് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സിംഗിൾ ട്രാക്കാണ്. അപ്പോൾ 2 ഭാഗത്തും ട്രെയിൻ വരുമ്പോൾ സ്റ്റേഷനിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ട്രെയിൻ ഒതുക്കി മറ്റൊരു ട്രെയിന് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വന്ദേ ഭാരത് കുറച്ചും കൂടി സ്പീഡിൽ ഓടുന്നൊരു വണ്ടിയാണല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് അവിടെ സ്റ്റേഷനിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പിടിച്ചിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് മറ്റു ട്രെയിനുകളൊക്കെ ക്രോസ് ചെയ്ത് വിടുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വന്ദേ ഭാരതിനൊന്നും കൊങ്കൺ റെയിൽ പ്രയോറിറ്റി ഇല്ല. ശരിക്കും പ്രയോറിറ്റി ഇല്ലാത്തതല്ല, ഇത് ഒരു ഫോഴ്സ്ഡ് ആണ്. വേറെ മാർഗ്ഗമില്ല, ഇത് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. കാരണം എന്തായാലും പിടിച്ചിട്ടേ പറ്റൂ ട്രെയിൻ പാസ് ചെയ്ത് പോകണമെങ്കിൽ. മുൽക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാ. മുൽക്കി ഒരു കയറില്ല ആ സ്റ്റേഷനുള്ള.
ട്രെയിൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഈ കൊങ്കൺ റെയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ മംഗലാപുരത്ത് നിന്ന് ഉടുപ്പി വരെയുള്ള ഒരു സെക്ടറിൽ നമ്മൾ ഒരു കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ്. ആ ഒരു തെങ്ങും തോപ്പും ഒരു ടിപ്പിക്കൽ കൊങ്കൺ ഏരിയയിലേക്ക് നമ്മൾ ആ ഒരു സമയത്ത് എത്തുന്നില്ല. ഒരു ടിപ്പിക്കൽ കൊങ്കൺ ഭംഗി ഉണ്ടല്ലോ, ആ ഒരു ഭംഗി അതിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മളൊരു നമ്മൾ കേരളത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീതി ഉണ്ടാവില്ല. അതുപോലെയാണ് നമ്മൾ ഈ മംഗലാപുരത്തിന് ഉടുപ്പി വരെ പോകുമ്പോഴുള്ള ഒരു സെക്ടറിലുള്ളത്. ട്രെയിൻ ഇപ്പോൾ ഇഞ്ഞഞ്ഞ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, ഇഞ്ഞഞ്ഞ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇഞ്ഞഞ്ഞ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടിട്ട് കുറച്ച് സമയമായിട്ടാണ്. ഇവിടുന്ന് ഇതുവരെ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നെറ്റ്വർക്കൊന്നും കിട്ടുന്നില്ല. ഏതെങ്കിലും വണ്ടി ക്രോസിംഗ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കൊന്നും കിട്ടുന്നില്ല. നോവേ ക്രോസിംഗ് ഉണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. കാരണം നെറ്റ്വർക്ക് ഒട്ടും അങ്ങനെ കിട്ടുന്നില്ല. കൊങ്കൺ റെയിൽവേ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, നെറ്റ്വർക്കൊന്നും കിട്ടില്ല അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ നെയിം ബോർഡ് ഒന്ന് കാണിച്ചു തരാം. ഒരു ഫെയ്ഡായി പോയൊരു നെയിം ബോർഡാണ്. നമ്പറൊക്കെ ജസ്റ്റ് ഒന്ന് ഫെയ്ഡായിട്ടുണ്ട്. അതായത് 566-15 മടുകാവ് നിന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ 566-16 നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ, മംഗലാപുരം സെൻട്രലിൽ നിന്ന് മടുകാവിലേക്ക് പോകുമ്പോൾ. പിന്നെ മുമ്പ് ഈ വണ്ടി നമ്മളെ കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് ഒക്കെ ആയിട്ടൊരു റേക്ക് ഷെയറിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രെയിൻ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നൊരു ഡൗട്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മളെ കോയമ്പത്തൂർ ഒരു വണ്ടി ഉണ്ടല്ലോ, കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ്, മറ്റേ 163-23 ട്രെയിൻ നമ്പർ. അതിപ്പോൾ വേറെ പല ട്രെയിനുകളായിട്ട് റേക്ക് ഷെയറിങ് ഉണ്ട്. ആ ഒരു ട്രെയിനിൻ്റെ നെയിം ബോർഡിൽ ഈ ഒരു ട്രെയിനിൻ്റെ നെയിം ബോർഡ് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. എനിക്കറിയില്ല, മേ ബി ഇപ്പോഴും റേക്ക് ഷെയറിങ് ഉണ്ടാവും. കാരണം റേക്ക് ഷെയറിങ് ഉണ്ടാവാനുള്ളൊരു നേരിയ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഫസ്റ്റ് കയറിയ ആ ഒരു കോച്ച് ഉണ്ടല്ലോ, അങ്ങ് അവിടെ കാണുന്ന ആ 1, 2, 3, 4ാമത്തെ കോച്ച്, ഒരുത്തൻ തല പുറത്തിട്ടുള്ളൊരു കോച്ചുണ്ടോ, ആ ഒരു കോച്ചിൻ്റെ അകത്ത് പരസ്യം ആഡ് ഒട്ടിച്ചിരിക്കുന്നത് നമ്മളെ മലയാളത്തിലുള്ള ആഡ്സാണ്. അപ്പം മിക്കവാറും റേക്ക് ഷെയറിങ് ഉണ്ടായിരിക്കും. എനിക്കിപ്പോൾ അതിനെപ്പറ്റി വലിയ ധാരണയില്ല, ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. അറിയുന്ന ആളൊന്ന് അറിയിക്കുക, കമൻറ്റ്. ഇങ്ങോട്ടേക്കുള്ള വ്യൂ നല്ല രസമുണ്ടല്ലേ. ആ ട്രെയിനിങ് തന്നെ പച്ചപ്പിലും മൊത്തം ഈ ഭാഗത്ത് മൊത്തം പച്ചപ്പിലും പ്രത്യേകം നിൽക്കുന്നതാണ്. നല്ല രസമുണ്ട്. നമ്മൾ കൊങ്കൻ്റെ ബ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചിട്ടാ ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പം ബൈന്ദൂർ റോഡ്, മൂകാംബിക ഒക്കെ കഴിഞ്ഞൊരു ടണലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ കൊങ്കൺ റെയിൽവേൻ്റെ ബ്യൂട്ടിയിലേക്ക് എത്തുന്നത്. ഒരു ഓവർടേക്കാണ് കേട്ടോ, ഓവർടേക്കാണ്. ഇത് ഏത് വണ്ടിയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്? ഞാൻ ആഡോറിൻ്റെ അടുത്തുണ്ടായി, ക്രോസിങ് ആയിരിക്കും എന്ന് വിചാരിച്ചു ഇവിടെ വന്നു. കാരണം ഇങ്ങനെയുള്ളൊരു ഫ്രെയിം കിട്ടാൻ. അപ്പോൾ അവൾക്ക് പുറകുന്ന വണ്ടി ക്രോസിങ് അല്ല ഓവർടേക്ക്. ഇതേതാ വണ്ടി? WAG9 ആണല്ലോ ലോക്കോമോട്ടീവ്. വെറും 9 മണിക്കൂറും 52 മിനിറ്റും ഡിലേ ആയിട്ട് നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോയത് ഇൻഡോർ കൊച്ചുവേലി, അതായത് തിരുവനന്തപുരം നോർത്ത് നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ്. ട്രെയിൻ ഇതാ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടുപ്പി ഇവിടുത്തെ സ്പീഡ് 100 കേട്ടോ. ഉടുപ്പി റൈറ്റ് സൈഡിലുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നുള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 2 ആവാനാണ് ചാൻസ്.
അവിടെ കാണുന്നത് തന്നെയാണ് ഉടുപ്പി സ്റ്റേഷൻ. ഒരു കേർവിലാണ് സ്റ്റേഷൻ എൻട്രൻസ് വരുന്നുള്ളത്. ഞാൻ സീറ്റിൽ തന്നെ ഇരിപ്പാണ് കേട്ടോ, കാരണം ആരും ഇല്ല, ട്രെയിനിൻ്റെ അകത്തൊന്നും ആരും ഇല്ല. അതുകൊണ്ട് പിന്നെ ടോർണമെൻറ്റൊന്നും വരുന്നേ ഇല്ല. ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടേ ഇല്ല കേട്ടോ. ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ്. നമ്മളെ മുംബൈ ലോകമാന്യ തിലകിന് മംഗളൂരു സെൻട്രൽ വരെ പോകുന്ന മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരം എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിങ് നടത്തുന്ന ഒരു സെയിം വണ്ടി തന്നെയാണ് കേട്ടോ. അത് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടതാണ്. പിന്നെ ഇപ്പോൾ നല്ല വെയിൽ വന്നു തുടങ്ങിയ അത് വരുന്നുണ്ട് ഇവിടെ നിന്ന്. ലോകമാന്യ തിലക് ടെർമിനസ് മംഗളൂരു സെൻട്രൽ മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. നമ്മളെ നാട്ടിലോട്ട് പോകുന്ന 163-48 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ ആ ഒരു എക്സ്പ്രസ് ഉണ്ടല്ലോ, ആ ഒരു വണ്ടിയായിട്ട് റേക്ക് ഷെയറിങ് നടത്തുന്ന വണ്ടിയാണ്. ആ ഒരു വണ്ടിയായിട്ട് റേക്ക് ഷെയറിങ് നടത്തുന്ന വണ്ടിയും കൂടിയാണിത്. ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഉടുപ്പിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ടാ. ഇപ്പൊ നല്ല വെയിൽ വന്നു, നമ്മളാ നേരത്തെ ഉണ്ടായ ഒരു കാലാവസ്ഥയല്ല. നമ്മളങ്ങനെ ബർക്കൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ട്രെയിൻ ഇപ്പോഴേ ഡിപ്പാർട്ട് ചെയ്യില്ല, കാരണം മുംബൈ LTT കൊച്ചുവേളി ഗരീബ് രാത്ത് എക്സ്പ്രസ് വരുന്നുണ്ട്. അത് കുന്താപുര ആയതേ ഉള്ളൂ, ഇനിയും 15 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. അപ്പോൾ അതുവരെ നമ്മളിവിടെ പോസ്റ്റായിരിക്കും. 15 കിലോമീറ്റർ, ഏകദേശം ഒരു 15 മിനിറ്റ് ഇവിടെ നമ്മൾ പോസ്റ്റായിരിക്കും. ആ ഒരു ഗരീബ് രാത്ത് എക്സ്പ്രസ് ഇവിടെ വന്നിട്ടേ ഇനി നമ്മളിവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുള്ളൂ. ട്രെയിനിതാ സേനാപുര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സേനാപുര ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. ട്രെയിൻ നമ്പർ 165-12 കാർവാറിൽ നിന്ന് മംഗലാപുര ജംഗ്ഷൻ, ഹാസൻ ജംഗ്ഷൻ വഴി നേരെ യശ്വന്ത്പൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ഒരു ഡേ ടൈം എക്സ്പ്രസ് ആണത്. ഒരു ഇൻ്റർസിറ്റി വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബിസ്ലെ ഗാർഡ്സൊക്കെ കയറി ഹാസനിൽ പോയി അങ്ങനെ നേരെ യശ്വന്ത്പൂരിലേക്ക് പോകുന്ന ഒരു വണ്ടി. അതിപ്പോൾ ഇവിടെ വരും. അത് ഇതിൻ്റെ 2 കിലോമീറ്റർ പുറത്തുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വരാനുള്ള ക്രോസിങ് 163-33 18 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്ന വെരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ് ആണ്. അത് മൂകാംബിക റോഡ് ബൈൻഡൂർ ആയിട്ടുണ്ട്. അതിനെ ഇപ്പോൾ അവിടെ നിന്ന് കയറ്റി വിട്ട് ഇവിടെ ചവിട്ടുമെന്നറിയില്ല, അല്ലെങ്കിൽ ഇതിനെ അങ്ങോട്ടേക്കും കയറ്റി വിട്ട് അതിനെ ഇങ്ങോട്ടേക്കും വിട്ട് ഇതിൻ്റെ ഇടയിലുള്ള സ്റ്റേഷനിൽ രണ്ടിനെയും അവിടെ ചവിട്ടുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് അതും കൂടി പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നതാണ്. കാരണം അത് ബിജൂർ 2 കിലോമീറ്റർ ആയി ഓൾറെഡി. നമ്മളിവിടെ സേനാപുരയിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ അതിനെ ബിജൂരിന് കയറ്റി വിട്ടാൽ നമ്മളിവിടെ
വെരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ് പോകുന്നവരെ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും പോസ്റ്റായിട്ട്. വെറുതെ അല്ല വെരാവൽ എക്സ്പ്രസ് ലേറ്റ് ആയതിന് ലോക്ക് ഒരു WH9 ആണ്. രണ്ട് ക്രോസിങ്ങും കഴിഞ്ഞ് ഇതാ ഇവിടെ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു. അടുത്ത സ്റ്റോപ്പ് ബിജൂറാണ്. അവിടുന്ന് ഒരു ക്രോസിങ്ങിന് ചാൻസ് ഉണ്ട്. മെമു, വഡ്ഗാവ് മംഗളൂർ മെമു. ഇതാ ഷിജൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ ഇതാ മെമു, മഡ്ഗാവ് ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ മെമു. ട്രെയിൻ ഇപ്പോൾ ബൈന്ദൂർ റോഡ് മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് കൊങ്കൺ റെയിൽവേയിലെ ടണലൊക്കെ ആരംഭിക്കുന്നത്. അവിടെ ഫസ്റ്റ് ടണൽ, കൊങ്കൺ റെയിൽവേയിലെ ആദ്യത്തെ ടണൽ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇനി അങ്ങോട്ട് ഫുള്ളും ടണലിൻ്റെ കളികളായിരിക്കും. മുർദേശ്വർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്ത് 150. നമ്മുടെ ആ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കണ്ട മലനിരകളില്ല, അതിപ്പോൾ കുറച്ചും കൂടി അടുത്തായിട്ട് കാണുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ ഇതാ കാർവാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് കാണുന്നൊരു അടിപൊളി മലയൊക്കെ
താണ്ടിയാണ് നമ്മൾ കാർവാറിലേക്ക് വന്നത്. കൊങ്കൺ റെയിൽവേയിലെ ഒരു ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷനാണ് കാർവാർ. ഇവിടെ കിടക്കുന്ന ഈ വണ്ടി ഗാന്ധിധാം നാഗർകോയിൽ വീക്ക്ലി എക്സ്പ്രസ് ഇവിടെ ഉണ്ട്. ഇതിന്ന് 5:55 മംഗലാപുരം ജംഗ്ഷനിലേക്ക് എത്തും. കാർവാർ അങ്ങ് അവിടെ കാണുന്ന മലയൊക്കെ ഉണ്ടോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പം നമ്മൾ വന്നത്. ഇതിൻ്റെ ഈ സ്റ്റേഷൻ്റെ ഫുഡ് ടൂർ പിടിച്ചണ്ട അവിടെ കയറിയിരുന്ന് ഈ ഒരു സ്റ്റേഷൻ്റെ പിക്ക് എടുക്കണം. അങ്ങോട്ട് നോക്കിയിട്ടുള്ള ആ സൈഡ് ഫ്രെയിം വെച്ചിട്ടുള്ള സൂപ്പർ കിടിലം പിക്കായിരിക്കും. കാർവാറിനെ പറ്റി പറയുകയാണെങ്കിൽ കൊങ്കൺ റെയിൽവേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് കാർവാർ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേയിൽ മൊത്തത്തിൽ 2 ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഉള്ളത്. അതിലൊന്ന് വരുന്നത് ഈ കാർവാറാണ്. ഒന്ന് കാർവാർ ഡിവിഷന്. ട്രെയിൻ ഗോവയിലേക്ക് കയറിയിട്ടാ, ഗോവ സംസ്ഥാനത്തിലേക്ക്. ഗോവയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ലോല്യം. സ്റ്റേഷൻ കഴിഞ്ഞ് നേരെ ടണലിലേക്കാണ്. ചങ്ങായിനെ കൊണ്ട് തോറ്റല്ലേ. നീത്ത കയറി ഒന്നൂടെ സ്റ്റെപ്പിൽ നിൽക്കുന്നു. ഡോറിൻ്റെ അടുത്ത് നിൽക്കേണ്ടത് നിന്ന് മീത്ത നിന്നൂടെ. ട്രെയിൻ ഇതാ പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേഷനാണ്. അതിന് അടുത്തതാണ് മഡ്ഗാവ്. മഡ്ഗാവ് ജംഗ്ഷൻ, പ്ലാറ്റ്ഫോം നമ്പർ 2. ബിഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ കൊങ്കൺ റെയിൽവേ സോൺ. കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ. ഈ വണ്ടി തന്നെ ഇവിടുന്ന് 2:15 ആകുമ്പോൾ തിരിച്ച് സെൻട്രലിലോട്ട് പോകും, മംഗളൂർ സെൻട്രലിലോട്ട് പോകും. കംപ്ലീറ്റ്ലി ഇവിടെയൊക്കെ റിനോവേഷൻ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ ഒരു ഭാഗത്തുള്ളൊരു FOB ഒക്കെ മൊത്തത്തിൽ ഇടിച്ചു പൊളിച്ച് തകർത്തിട്ടുണ്ട്. അങ്ങ് അവിടെ ഡീകപ്പിൾ ചെയ്ത് വന്ന ലോക്കോ ഉണ്ടോ, ഇതാണ് നമ്മളെ ഇവിടത്തേക്ക് കൊണ്ടുവന്ന ലോക്കോമോട്ടീവ്. WP 122053. ഈ ഒരു FOB കംപ്ലീറ്റ്ലി ഒരു ഇടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ ഇവിടെ നിന്ന് പറഞ്ഞത്. മുമ്പ് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു FOB ഡയറക്റ്റ് പുറത്തോട്ട് എടുത്തുണ്ടായത്. അപ്പുറത്ത് അതിലൂടെയാണ് വന്നത്. ഇനിയിപ്പോൾ നേരെ പുറത്തോട്ട് പോകാൻ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. എന്തെങ്കിലും കഴിക്കണം. ഇവിടെ ഹോട്ടലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പുറത്തെ ഭാഗത്താണ്. ഇതാണ് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം, മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്ന ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം കത്തുന്ന ചൂടാണ് കേട്ടോ. ഞാൻ മഴ പ്രതീക്ഷിച്ചാണ് ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്, ഈ ഒരു കൊങ്കൺ എക്സ്പ്ലോർ ചെയ്യാൻ. മഴ ആകെ നമുക്ക് ഒരു 5 മിനിറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടത്. ബാക്കി ഫുള്ളും മഴയില്ല, ഒന്നുമില്ല, ഇങ്ങനെ വെയിൽ തന്നെ മൊത്തം അടിച്ചു കയറി. നല്ല ചൂടുണ്ട് ഈ ഒരു സമയത്ത്. ഇപ്പോൾ നല്ല രീതിക്കുള്ള ചൂടാണ്. പെട്ടെന്ന് തന്നെ വീഡിയോ എൻ്റെ ചെയ്യണം. ഈ ഒരു സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ
റൂഫൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇത് അമൃത് ഭാരതിൻ്റെ ഇന്നോവേഷൻ ഉണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്താണ് ഇപ്പം ഇവിടെ ഇങ്ങനെയാണെന്ന് അറിയില്ല. മേ ബി അപ്പുറത്തെ ഭാഗത്തേക്ക് ആയിരിക്കും പണിയൊക്കെ ഉണ്ടാവുക. അവിടെയൊക്കെ നടക്കുന്നുണ്ട് പണി. എന്തുകൊണ്ടാ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. എനിക്കൊന്നും ഈ ഒരു ഭാഗം ഒന്നും തുടരുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും തൊടേണ്ട ആവശ്യമില്ല, കാരണം അത്രയ്ക്കും നീറ്റ് ആംഗിൾ കഴിഞ്ഞിട്ട് തന്നെ ഒരു മാനുവൽ തന്നെ ഈ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാ ഇത് വെറുതെ തോണ്ടിയിട്ട് കച്ചറാക്കേണ്ട കാര്യമുള്ളേ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വെയിലാണ്. ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് എൻ്റെ ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മഡ്ഗാവിൻ്റെ മെയിൻ മെയിൻ ഭാഗമൊക്കെ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 6, അതായത് അപ്പുറത്താണ്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പ്ലാറ്റ്ഫോം നമ്പർ 1 അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മെയിൻ ടൗണും മെയിൻ ഭാഗവും മെയിൻ കണക്ടിവിറ്റി ഒക്കെ കാണാറ്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. പ്ലാറ്റ്ഫോം നമ്പർ 6 അവിടെയാണ് മെയിൻ കണക്ടിവിറ്റി, മെയിൻ ടൗണൊക്കെ ഉള്ളത്. അതായത് ഇവിടെ ഹോട്ടൽ അതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഇവിടെ നല്ലൊരു ഫെസിലിറ്റീസ് ഉണ്ട്. ഈ ഒരു ഫെസിലിറ്റി അവിടെ ഇല്ല. ടാക്സി സ്റ്റാൻഡും അതൊന്നും അവിടെ ഇല്ല. ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ച് ചെറുതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എത്രയും പെട്ടെന്ന് അപ്പുറത്തേക്ക് പോയി 6 അവിടേക്ക് പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത പ്ലാന് വേറൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നേരെ നാട്ടിലേക്ക് തന്നെയാണ്. മരുസാഗർ എക്സ്പ്രസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കാസർഗോഡിലേക്ക്. അതിന് കയറി പോവും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ വിളിച്ച് നിർത്തുകയാണ്. ഇപ്പം അടുത്തൊരു വീഡിയോ ഇനിയിപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. അടുത്തൊരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പം മംഗലാപുരം ഹാസൻ ഡിസ്ലെ ഗഡ്സിലൂടെയുള്ളൊരു യാത്രയായിരിക്കും. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.